നമസ്കാരം, ഞാൻ കാവാലം ശശികുമാർ. രാമായണ മാസമാണല്ലോ. രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് കർക്കിടക വാവ്. കർക്കിടക വാവിന് നമ്മുടെ കേരളീയ രീതി അനുസരിച്ചിട്ട് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുവാൻ വേണ്ടി കേരളത്തിലെ പുണ്യ സ്ഥലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, നദീതീരങ്ങളിൽ, പവിത്ര പ്രദേശങ്ങളിൽ ഒക്കെ ഇങ്ങനെ ബലിയിടുവാൻ വേണ്ടിയിട്ടും ഒക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട്. ബലിയിടുന്നതിൻ്റെ രീതി എന്താണ്, അതിൻ്റെ സംവിധാനങ്ങൾ എന്താണ്, മന്ത്രം എന്താണ്? അതൊക്കെ ഓരോ സ്ഥലത്ത് വ്യത്യസ്തമാണ്, ഭേദമുണ്ട്, പ്രാദേശിക ഭേദങ്ങളുണ്ട്, ആചാരങ്ങൾക്ക് ഭേദമുണ്ട്, ആ ക്രിയകൾക്ക് ഭേദമുണ്ട്, കർമ്മങ്ങൾക്ക് ഭേദമുണ്ട്. പക്ഷേ സങ്കല്പത്തിന് ഭേദമില്ല. മോക്ഷേച്ഛുക്കളാണ് നമ്മുടെ ആത്മാക്കൾ. അങ്ങനെ ദേഹം വിട്ടുപോയ ആ ദേഹി അവർക്ക് അവരുടെ അനന്തര തലമുറ, ആ തലമുറയിൽപ്പെട്ട ആളുകൾ നൽകുന്ന അർഘ്യജലം, തർപ്പണജലം, അതാണ് അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് ലഭിക്കുന്ന തീർത്ഥം എന്നാണ് അതിൻ്റെ സങ്കല്പം. ഇതിന് ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട്, ചൊല്ലുന്ന രീതിയുണ്ട്, അതിൽ ആചാരക്രമങ്ങളുണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്ത് ഭേദപ്പെട്ട് നിൽക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ രാമായണ മാസത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. രാമായണ മാസകാലത്ത് രാമായണം വായിക്കുമ്പോൾ രാമായണത്തെ ഭക്തിയോടെ സമീപിക്കുന്നതിനും മാത്രം അല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ അത് നമുക്ക് ചിലതിന് മാതൃകയാക്കേണ്ടതുണ്ട്, ജീവിതത്തിന് മാതൃകയാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ശ്രീരാമൻ അയോധ്യയിലെ രാജാധിപതിയായി വാഴിക്കാൻ തീരുമാനിച്ചതിൻ്റെ തൊട്ട് പിന്നാലെയാണ് വിച്ഛിന്ന അഭിഷേകം ഉണ്ടാകുന്നത്. ശ്രീരാമന് വനയാത്ര വേണ്ടി വന്നത്. അങ്ങനെ ആ വനയാത്ര നടത്തുന്ന ശ്രീരാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ഗതി ഓർത്ത് തൻ്റെ ജീവിത അഭിലാഷം സാധിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വ്യഥയിൽ ശ്രീരാമൻ സമീപത്തില്ലാത്ത സമയത്താണ് ദശരഥ മഹാരാജാവിന് ചരമഗതി ഉണ്ടാകുന്നത്. തുടർന്ന് ഈ വിച്ഛിന്നാഭിഷേകത്തിൻ്റെ കാര്യവും കാരണവും അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയും എല്ലാം മനസ്സിലാക്കിയ ഭരതൻ വനയാത്ര നടത്തി ശ്രീരാമനെ കണ്ടെത്തി ജ്യേഷ്ഠനെ തിരിച്ച് ഭരണത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അയോധ്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് പരാജയപ്പെടുന്നു. അങ്ങനെ ചെന്ന് കാണാൻ ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട്, അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛൻ്റെ ചരമ വാർത്ത ഈ ശ്രീരാമനോട് പറയുന്നത്. അപ്പോഴാദ്യം മോഹാലസ്യപ്പെട്ട് വീണ മകൻ, പ്രിയപ്പെട്ട മകൻ, അങ്ങനെയാണല്ലോ അച്ഛൻ്റെ വിയോഗത്തിലുണ്ടായ വ്യഥ. ശ്രീരാമൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം സാധാരണ മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി, ജീവിതം സാധാരണ മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ആയതുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് മര്യാദ പുരുഷോത്തമൻ എന്നാണ് ശ്രീരാമചന്ദ്രനെ നാം വിശേഷിപ്പിക്കുന്നത്. ആ സമയത്ത് അച്ഛൻ്റെ ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രൻ ചെയ്യുന്ന ചില പ്രവൃത്തിയെക്കുറിച്ച് ഉള്ള വിവരണം രാമായണത്തിലുണ്ട്. അത് നാം കേൾക്കണം. അപ്പോൾ രാജകൊട്ടാരത്തിലാണെങ്കിൽ അത് എങ്ങനെ ആകുമായിരുന്നു, വനത്തിലാകുമ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ്. ആ ഭാഗം നമുക്ക് വായിക്കാം, കേൾക്കാം. അച്ഛൻ്റെ വിയോഗ വാർത്ത കേട്ട സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെ ഒരവസ്ഥയും ഭാവവും വിവരിക്കുന്ന അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ അയോധ്യാകാന്ഡത്തിലെ ഭാഗം എഴുത്തച്ഛൻ ഇങ്ങനെ വർണ്ണിക്കുന്നു. ഹാ താത മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാ ഹാ ഹദാഹം അനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമെനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനുമൗവണ്ണമേ രോദനം ചെയ്തു വീണീടിനാർ ഭൂതലേ. തദ്ദശായാം വാസിഷ്ഠോക്തികൾ കേട്ട് അവരുൾത്താപമൊട്ടു ചുരുക്കി വരുവിനാർ. മന്ദാകിനിയിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ. പിണ്ടം മധുസംഹിതേങ്കുതീ സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിത്. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതുസാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്ത് അതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ച് പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അങ്ങനെയാണ് ശ്രീരാമൻ മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ച് ശുദ്ധനായി വന്ന ശേഷം ചെയ്തത് പിണ്ടം മധുസഹിതേങ്കുതി സൽഫല പിണ്യാക നിർമ്മിത അന്നം കൊണ്ട് വെച്ചത് എന്നാണ്. പിണ്ടം വെച്ചു. എങ്ങനെയാണ് നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത്? ചില സ്ഥലങ്ങളിൽ അരിയാണ് വേവിക്കുന്നത്, ചില സ്ഥലത്ത് ചോറ് വേവിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള പല രീതിയിലുണ്ടല്ലോ. ഇതിനകത്ത് ഇവിടെ ചെയ്തത് പിണ്ടം മധുസഹിതേങ്കുതി സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ട്. മധു എന്ന് പറഞ്ഞ തേന്, മധുസഹിതം തേനോട് കൂടിയത്. അങ്കുതീ സൽഫല പിണ്യാകം. അങ്കുതീ സൽഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടൽ എന്ന് പറയുന്ന പഴമില്ലേ, അതാണ്. അതുകൊണ്ട്
അതിൻ്റെ എണ്ണയെടുത്ത പിണ്ണാക്ക്, അതാണ് അതിൻ്റെ പിണ്ണാക നിർമ്മിത അന്നം അതുകൊണ്ട് നിർമ്മിച്ച ഭക്ഷണം, അന്നം പറഞ്ഞ ഭക്ഷണം, അതാണ് ഭക്ഷണമായിട്ട് പിതൃക്കൾക്ക് നൽകിയത്. അപ്പോൾ അവിടെ ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് ചെയ്ത സങ്കല്പത്തിൽ ഉദ്ദേശ്യം ഇതായിരുന്നു. ആ സങ്കല്പത്തിലാണ് ആ പിണ്ടം വെച്ചത്. ഇതുപോലെ തന്നെ മറ്റൊരു ഘട്ടത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ. ആ പോയ സമയത്ത് രാവണനെ തടുത്തു നിർത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾ നടത്തി രണ്ട് പക്ഷങ്ങളും രണ്ട് ചിറകുകളും അരിഞ്ഞ് വീഴ്ത്തപ്പെട്ട ജടായു, ആ ജടായുവിനെ കാണുന്ന ഘട്ടത്തിൽ ജടായുവിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ജടായുവിൻ്റെ സഹോദരൻ മരിച്ച വിവരങ്ങൾ പറയുമ്പോൾ ജടായു പറയും, ശരി, ഇനി എനിക്ക് മോക്ഷമാണ് വേണ്ടത്, രാമചന്ദ്രനെ കണ്ടുള്ള മോക്ഷം ഞാൻ പ്രാപിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് മോക്ഷം തന്നാലും എന്ന് പറയുമ്പോൾ ഈ ജടായുവിൻ്റെ ജഡം അത് ദഹിപ്പിച്ച ശേഷം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്നൊരു ഭാഗമുണ്ട്. അത് അധ്യാത്മരാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലാണ്. ആരണ്യകാണ്ഡത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്ത് കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ച് ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരു ചെയ്ത് അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരികഥാ പത്മമകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ട് മുനികളാൽ തേജസ സകല ദിവ്യാത്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടുമുയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അവിടെ ഈ കർമ്മങ്ങൾക്ക് ഉപയോഗിച്ച പിണ്ടം ഒരു മൃഗത്തെ വധിച്ച് അതിൻ്റെ മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ച് അതിലെ ജലാദികളും നൽകിയാണ് ആ കർമ്മം നിർവഹിച്ചത്. അപ്പോൾ അതത് പ്രദേശത്ത് അതത് സമയത്ത് ലഭ്യമാകുന്ന വസ്തുക്കൾ അത് ആണ് പിതൃക്കൾക്ക് അർപ്പിക്കേണ്ടത്. അതാണതിൻ്റെ ശാസ്ത്രം. അതിൻ്റെ കർമ്മവിധി അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കുന്നു. പക്ഷേ അടിസ്ഥാന സ്വഭാവം, അടിസ്ഥാന ലക്ഷ്യം, അടിസ്ഥാന സങ്കല്പം ഇതാണ്. പിതൃക്കൾക്ക് മോക്ഷാർത്ഥമായി കൊടുക്കുന്ന ഉദകക്രിയയാണ്. ഉദകക്രിയയിലെ ജലമാണ്, തർപ്പണം ചെയ്യുന്ന ജലമാണ്. അതാണ് അതിൻ്റെ ശാസ്ത്രം. രാമായണം നമ്മൾ വായിക്കുമ്പോൾ ഈ തരത്തിൽ അവിടെ കിടക്കുന്ന ചില സംസ്കാര വ്യത്യാസങ്ങൾ, സംസ്കാരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ, ധർമ്മങ്ങൾ, കർമ്മങ്ങൾ, അതെല്ലാം അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപ്യമാക്കുക, സാധ്യമാക്കുക എന്നുള്ളത് കൂടി നമ്മുടെ രാമായണ പാരായണത്തിൻ്റെ ഒരു ലക്ഷ്യമായി തീരണം. നമസ്കാരം, വീണ്ടും കാണാം.